യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. രാജാവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അതിശയമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ പരിപാലനത്തിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ പൽക്കലോ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും. സ്തോത്രം. സകലത്തിനും മതിയായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ ഈ പൽക്കാല ജീവിതത്തോടെ വഴി നടത്തുവാനായിട്ട് ഇടയെത്തിരും. നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മെ ജയത്തോടെ നടത്തുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ദൈവം നമുക്കായി ഒരു അത്ഭുതം ചെയ്യും. പ്രിയ ദൈവത്തിനെ ഈ പൽക്കാല വിശ്വസിക്കുക. എൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഞാൻ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ യാതൊരു സാധ്യതയുമില്ലായിരിക്കാം, പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ചില വിഷയമായിരിക്കാം. പക്ഷേ അതിനകത്ത് ഒരു ദൈവം അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അതേ സ്തോത്രം. തിന്മയ്ക്കായി ശത്രു കൊണ്ടുവന്നതിന് ദൈവം നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ട് ഇടയത്തിരും. നിന്നെ നിന്ദയ്ക്ക് ഏൽപ്പിക്കാത്ത സർവശക്തനായ ദൈവം നിന്ദിക്കപ്പെടേണ്ട ഇടത്ത് ഒരു അത്ഭുതമാക്കി ദൈവം നിർത്തുവാനായിട്ടിടയെത്തിരും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിക്കുവാനായിട്ടിടയെത്തിരും. ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. യോഹന്നാനെഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു. അതിൻ്റെ 11-ൽ ഇപ്രകാരം കാണുന്നു. യേശു ഇതിനെ അടയാളം കൂടി ആരംഭമായി ഗലീലിലെ കാനാവിൽ വച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പ്രിയ ദൈവപൈതലെ, ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ദേശത്ത് നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിച്ചു കൊടുക്കുകയില്ല. ദേശത്ത് നിങ്ങളെ തലത്തായിട്ട് നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അത് നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഭാഗത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ സ്തോത്രം. കാനാവിലെ കല്യാണം, അവിടെ ഒരു ഗലീലയിലെ കാനാവ് ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷമുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഈ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുക, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായിട്ടുള്ള റീസണുകൾ നമുക്ക് അവിടെ തന്നെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശുവിനെ ആ ഭവനത്തിൽ ക്ഷണിച്ചിരുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, ഭാരങ്ങൾ കടന്നു വരുമ്പോ, ഹല്ലേലൂയ, അതേ സ്തോത്രം, അതിനകത്തൊരു ദൈവപ്രവൃത്തി കാണണമെങ്കിൽ നാം ഏത് വിഷയത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോഴും അവിടേക്ക് കർത്താവിനെ ക്ഷണിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. യേശു കർത്താവില്ലാതെ നമ്മുടെ ജീവിതം ശൂന്യമാണ്. സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, സ്തോത്രം, യേശു കർത്താവിനെ ക്ഷണിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ക്ഷണിക്കുവാനായിട്ട് ഇടയായിത്തീരുക. നാം കർത്താവിനെ ക്ഷണിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ നാം അറിയില്ല അടുത്ത നിമിഷം എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. ഏതൊക്കെ പ്രയാസഘട്ടത്തിൽ കൂടി ഞാനും നിങ്ങൾ കടന്നു പോകുമെന്നറിയില്ല. പക്ഷേ അറിയാവുന്ന കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരുക. ദൈവ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ വചനത്തിൽ കാണുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു
ക്ഷണിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം പ്രിയ ദൈവമക്കളെ, നാം ക്ഷണിക്കേണ്ട ആളിനെ ഒന്നാമതായി ക്ഷണിക്കണം. ഹല്ലേലൂയ. അതേ, മുൻപന്തിയിൽ ഇരുത്തേണ്ട കർത്താവിനെ മുൻപന്തിയിൽ ഇരുത്തണം. കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ഭവനത്തിനകത്ത് നടക്കുന്ന ചെറുതും വലുതുമായി ഏത് വിഷയം ആയിക്കൊള്ളട്ടെ, അതിനകത്ത് കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനത്തെ, ബഹുമാനത്തെ, ആദരവിനെ കർത്താവിന് കൊടുക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. സ്തോത്രം. അവിടെയാ ദൈവത്തിന് ഇരിക്കുവാൻ കഴിയുന്ന, അവിടെയാ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവ് ആ ഭവനത്തിനകത്ത് ഉണ്ടായിരുന്നു, യേശുവിനെ ക്ഷണിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ യേശു കർത്താവിന്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. അവന്റെ അമ്മ ശുശ്രൂഷ 4-ാം വാക്യത്തിൽ യേശു അവളോട് 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വീഞ്ഞു പോരാതെ വരിക. യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവിന്റെ അമ്മയായിരിക്കുന്ന മറിയ ആരടുത്തെങ്കിലും ചെന്ന് പറയുകയല്ല. അവിടുത്തെ കടന്നു വന്ന പോരായ്മ, അവിടെ കടന്നു വന്ന കുറവിനെ, അതെ, അവിടെയുള്ള സ്തോത്ര വിരുന്നുകാരോട് ചെന്ന് പറയുകയല്ല, മറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന, അവിടെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്ന, അവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന അധികാരമുള്ള യേശു കർത്താവിനോട് അറിയിക്കുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. കൽപ്പിക്കാൻ അധികാരം ഉള്ളവനോട് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞു, ആ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം നടക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് യേശുവിനെ ക്ഷണിച്ചിരുന്നു. രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെ എന്തെങ്കിലും അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന അധികാരം ഉള്ള യേശുവിനോട് പറയുവാൻ ഒരാൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിനകത്തൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുമെങ്കിൽ ഉടനെ നമ്മൾ ഫോൺ എടുക്കും, പലരെയും വിളിക്കും, പലയിടത്തും അറിയിക്കുവാനായിട്ടിടയെത്തിരും. യഥാർത്ഥത്തിൽ ആ ഭവനത്തിനകത്തുള്ളവർ പോലും ആ വിഷയം അറിയുന്നതിന് മുമ്പേ പുറത്തുള്ളവർ അറിയുവാനായിട്ടിടയെത്തിരും. പക്ഷേ അവിടെ ജ്ഞാനത്തോടെ, പരിജ്ഞാനത്തോടെ ഇടപെടുന്ന മറിയ ഉണ്ടായിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ മറിയ പുറം ലോകത്തല്ല അറിയിച്ചത്. ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്ന, ഈ വിഷയത്തിനകത്ത് ഒരു വിടുതൽ കൊടുക്കുവാൻ കഴിയുന്ന, ഈ കുടുംബത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കാതെ വേണം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരാൾ അവിടെ ഉണ്ട്. ആളിനോട് ചെന്ന് എന്ത് ചെയ്യുന്നു? മറിയ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അധികാരമുള്ളവനോട് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. സ്തോത്രം. മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അനുസരിക്കുന്ന ഒരു കൂട്ടം പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. യേശു കർത്താവിന്റെ അമ്മ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ കൊണ്ട് യേശുവിന്റെ അമ്മ ഒതുങ്ങിപ്പോയില്ല. യേശു കർത്താവിന്റെ അമ്മയ്ക്കറിയാം യേശു കർത്താവ് എന്തെങ്കിലും അവിടെ ചെയ്യുമെന്നുള്ള കാര്യം അറിയാം, അവിടെ എന്തെങ്കിലും കൽപ്പിക്കുമെന്നുള്ള ഒരു കാര്യം അറിയാം. കാരണം എന്താ? യേശു കർത്താവ് ഉരുവാകുന്ന ടൈം മുതൽ യേശു കർത്താവിനോട് പറഞ്ഞതായ ഓരോ കാര്യത്തെയും ആ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു എന്നറിയുന്നു. തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന മറിയയ്ക്കറിയാം താൻ ജന്മം കൊടുത്തത് ആർക്കാണ് എന്ന്. സ്തോത്രം. ആ മറിയ യേശു കർത്താവിനോട് പറഞ്ഞിട്ട് നായിക വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ വിഷയം കൊണ്ട് തീർന്ന് അടുത്തെന്തെങ്കിലും നമുക്ക് സൊല്യൂഷൻ നോക്കാമെന്ന് പറഞ്ഞു പോകുകയല്ല. അടുത്ത് ഉടനെ ആ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശുശ്രൂഷക്കാരോട് ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കും. ഈ വിഷയത്തെ കർത്താവ് തൊടാതെ പോകുകയല്ല, ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കും എന്ന്. സ്തോത്രം. അതാ കൽപ്പിക്കുവാൻ അധികാരമുള്ളവനോട് പറഞ്ഞിട്ടാ പറയുന്നത്, ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവിടെ ശുശ്രൂഷക്കാരെന്ത് ചെയ്യുന്നു? യേശു കർത്താവ് പറഞ്ഞതിനെ അനുസരിക്കുവാൻ തയ്യാറായി. അനുസരിക്കുന്ന ഒരു കൂട്ടം പേർ ഉണ്ടായിരുന്നു. 3 കാര്യം അവിടെ നടക്കുന്നു. ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവിനെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 2, അധികാരമുള്ളവനോട് അവിടുത്തെ പ്രശ്നത്തെ, ആ പോരായ്മയെ ചെന്ന് പറയുന്ന ഒരാൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. 3 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അതേ സ്തോത്രം, അനുസരിക്കുന്ന ഒരു കൂട്ടം പേർ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതം നടക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഈ പകൽക്കാലം നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്തോത്ര. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും കർത്താവിനെ നാം ക്ഷണിക്കുവാനായിട്ട് ഇടയായി തീർന്നാം. ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രശ്നങ്ങളെ നാം നേരിട്ട് കർത്താവിനോട്
പറയുവാനായിട്ടുള്ള ഒരാളിനെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്ത് ഒരുക്കപ്പെടുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. പുറം ലോകത്ത് അറിയിക്കുവാനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നേരിട്ട് കർത്താവിനോട് പറയുവാൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ഭവനത്തിനകത്ത് ഇന്ന വിഷയമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന കുറവുണ്ട്, പ്രാർത്ഥിക്കുന്ന ചിലരെ ഹല്ലേലൂയ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ചില ഭവനത്തിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. അതേ മറ്റുള്ളവരെ തേടി പോകുന്നതിനേക്കാൾ ഉപരിയായി നിന്റെ ഭവനത്തിനകത്ത് നടക്കുന്ന വിഷയത്തെ കർത്താവിനോട് പറയുവാൻ, മുട്ടിമേൽ ഇരിക്കുവാൻ, അതേ സ്തോത്രം കൽപ്പിക്കുവാൻ അധികാരമുള്ള, എന്തെങ്കിലും ചെയ്യുവാൻ അധികാരമുള്ളവനോട് അതേ വിഷയത്തെ ഷെയർ ചെയ്യുവാനുള്ള ഒരുവൻ നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ ഭവനം നിന്നയുടെ ഭവനമായി തീരുകയല്ല. ലോകത്തിന്റെ മുമ്പ് അപമാനിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഈ പകൽക്കാലം ചിലർ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥനയ്ക്കുവന്ന ചിലർ എഴുന്നേൽക്കട്ടെ. നിന്റെ ഭവനത്തിനകത്ത് നടക്കുന്ന ഓരോ വിഷയങ്ങളെയും സ്തോത്രം കർത്താവിനോട് പറയുവാൻ തക്കവണ്ണമുള്ള ചിലർ നിന്റെ ഭവനത്തിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിന്റെ ഭവനത്തിനകത്ത് ഒരാൾ പ്രാർത്ഥിക്കുവാനുണ്ട് എങ്കിൽ നിന്റെ ഭവനം ദേശത്ത് മാനിക്കപ്പെടുവാനായിട്ടിടയായിത്തീര. ആ ദേശത്ത് ആരുടെയും ഭവനത്തിൽ വെളിപ്പെടാത്ത ചില ദൈവിക മഹത്വങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീര. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം വെറുതെ ഒരു സ്തോത്ര കാര്യമല്ല. സ്തോത്രം ദൈവത്തോട് നിരന്തരം സംസർഗം ചെയ്യുന്നത് അത്രേ. സ്തോത്ര ആ സംസർഗം ചെയ്യുന്ന വ്യക്തിക്കറിയാം, ഞാൻ ലോകത്തോടല്ല ചെന്ന് പറയേണ്ടത്, ഞാൻ പറയേണ്ടത് ഹല്ലേലൂയ സഹായിപ്പാൻ കഴിയുന്ന അതേ ഈ വിഷയത്തിനകത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അതേ സ്തോത്രം ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്നത്. സ്തോത്രം ആ ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തോട് പറയുവാനോട്ടോട്ട് ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം, യേശു കർത്താവ് എന്ത് പറഞ്ഞാലോ അയ്യോ ഇതെങ്ങനെ സംഭവിക്കാം, ഇല്ലെങ്കിൽ ഇതെന്ത് പോഷ്കാ പറഞ്ഞത്, വീഞ്ഞു തീർന്നു, പക്ഷെ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനാ പറഞ്ഞത്, ഇതെന്ത് ചെയ്യാനാ, എന്ത് സംഭവിക്കാനാ പോകുന്ന എന്നതൊരു മറുചോദ്യം ചോദിക്കാൻ നിൽക്കാതെ വണ്ണം അതേ ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായി നിന്ന് ചിലരുണ്ടായിരുന്നു. ഈ പകൽക്കാലം നമ്മുടെ ഭവനത്തിനകത്ത് ചിലതൊക്കെ സംഭവിക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷക്കാരവിടെ ഒരുങ്ങി നിന്നിരുന്നു. കർത്താവ് എന്ത് പറഞ്ഞാലും അത് ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം പേർ നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടായിരിക്കണം. സ്തോത്രം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ശത്രു നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ എന്ത് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ വിഷയം പുറം ലോകം അറിയാൻ ഇടയാകാതവണ്ണം ആ വിഷയത്തിനകത്ത് സൊല്യൂഷൻ കർത്താവ് തന്നിരിക്കും. സ്തോത്രം. പലപ്പോഴും അതില്ലാത്തത് കൊണ്ടാണ് സ്തോത്രം നമ്മുടെ വിഷയങ്ങൾ പുറത്തേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത്, അതെ പരസ്യമായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നത്, നിന്നയായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. അതേ ഒരു വിഷയം നിന്റെ ഭവനത്തിനകത്ത് തല പൊങ്ങുമ്പോ അതേ നീ ക്ഷണിച്ച നിന്റെ ഭവനത്തിനകത്തുള്ള അതേ സ്തോത്രം യേശു കർത്താവിനോട് തുറന്നു പറയുക. ആ കർത്താവ് പറയുന്ന സൊല്യൂഷൻ ചെയ്യുവാൻ ഒരുക്കപ്പെട്ട ഒരു കൂട്ടം പേ. ഓ ജീസസ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവം ചിലരെ ഒരുക്കട്ടെ. സ്തോത്രം. അതേ സ്തോത്രം. ചില ഭവനങ്ങൾക്കകത്ത് നിന്ദകൾ കൊണ്ടുവന്ന് അതേ ഈ കല്യാണ ഭവനത്തിൽ നമുക്കറിയാം ഒരിക്കലും ഈ ഒരു വിഷയം ഉണ്ടാക്കേണ്ടതല്ല, പക്ഷെ അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പ്രശ്നം തലപൊങ്ങി വന്നു, ഒരു പോരായ്മ, ഒരു കുറവ്. സ്തോത്രം. അതേ സ്തോത്രം. ഒരു സാധാരണ കല്യാണം ആ ഭവനത്തിനകത്ത് നടക്കുന്നത്, പക്ഷേ അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ശത്രു തിന്മയ്ക്കായി കൊണ്ടുവന്നതിനെ ലോകത്തിന്റെ മുമ്പാകെ ഒരു നിന്ദയായി തീർക്കുവാൻ ശത്രു ഈ കുടുംബത്തെ കൊണ്ടുവന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനെ ദൈവം തമ്പുരാൻ മാറ്റിക്കളഞ്ഞിട്ട് ആ ഭവനം ദൈവത്തിന്റെ മഹത്വം ചലിച്ച ഭവനമായിട്ട് വെളിപ്പെടുത്തുവാനായിട്ടിടയെത്തിരുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ കർത്താവിനെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലെ വിഷയം കർത്താവിനോട് പറയാൻ നിന്റെ ഭവനത്തിനകത്ത് ചിലർ ഒരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നത് ശുശ്രൂഷിക്കുവാൻ ചെയ്യുവാൻ അനുസരിക്കുന്ന ചിലർ നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, ഇനി ശത്രു യന്ത്രത്തെ എത്രയൊക്കെ തന്ത്രങ്ങളുമായിട്ട് നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ നിന്ദിക്കുവാൻ പദ്ധതിയുമായി ഇട്ടു വന്നാലും പ്രിയ ദൈവ പൈതലെ ഈ
പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ അത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാം. ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, യേശു കർത്താവ് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ആ കൽപാത്രങ്ങൾ വെള്ളം നിറയ്ക്കുവേ. അവർ വെള്ളം നിറച്ചു. അവിടെ വചനത്തിൽ കാണുന്നു, യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കൂ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് നിറച്ചു എന്ന് പറഞ്ഞു പോകുകയല്ല, അതേ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോ വക്കോളം അങ്ങ് നിറച്ചു. ഫുള്ളായിട്ട് അങ്ങ് നിറയ്ക്കുവാനായിട്ട് ഇടയെ തീർന്നു. അവിടെ എന്ത് കർത്താവ് പറഞ്ഞാലും ചെയ്യുവാൻ തയ്യാറായി. സ്തോത്രം. ആ വാക്കിനെ അനുസരിക്കുവാൻ തയ്യാറായി. കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിനെ അതേപടി സ്വീകരിക്കുവാൻ തയ്യാറായി നിന്ന ഒരു കൂട്ടം പേരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഭവനത്തിനകത്തുനിന്ന് ചിലർ അങ്ങനെ എഴുന്നേൽക്കട്ടെ. അപ്പന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന, അപ്പന്റെ വാക്കിന് ഫോളോ ചെയ്യുന്ന, അപ്പന്റെ വാക്കിന് അതേ രീതി സ്തോത്രം മർദ്ദലിക്കാതെ, ചോദ്യങ്ങൾ ഉന്നയിക്കാതെ വേണം വിശ്വാസത്തോട് ചെയ്യുന്ന ചിലർ നമ്മുടെ ഭവനത്തിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവായിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. യേശു കർത്താവ് പറയാം, അവിടെ വേറെ ഒന്നും യേശു കർത്താവ് പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. യേശു കർത്താവ് പറഞ്ഞു, അത് കോരി എന്ത് ചെയ്യുന്നു? വിരുന്നുവായിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ. അവിടെ ഒരു ഫോസ്കിനെ പോലെ അവരെന്ത് ചെയ്യുന്നു? അനുസരിക്കുവാൻ തയ്യാറായി. സ്തോത്രം. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരെ കൊടുക്കുമ്പോ ആ ശുശ്രൂഷക്കാർക്ക് അറിയാം, ഇത് വെള്ളമാ ഞാൻ കൊടുക്കുന്നത്, വെള്ളമാ കോരിക്കൊണ്ട് കൊടുത്ത. പക്ഷേ അത് അവർക്കല്ലാതെ മറ്റവർക്ക് ആർക്കും അറിയില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? വീഞ്ഞായി തീർന്ന വെള്ളം. ഈ വെള്ളം കോരുന്നതിനിടയ്ക്ക് വെള്ളം നിറച്ചു, വക്കോളം നിറച്ചു. അവിടെ യേശു പറഞ്ഞു, കോരി വിരുന്നുവായിക്ക് കൊണ്ട് കൊടുക്കുവാൻ. ആ ഒരു ടൈമിനകത്ത് സ്തോത്രം. പ്രിയ മക്കളെ, എപ്പോഴാണ് ആ വെള്ളം വീഞ്ഞായി തീർന്നെന്ന് ആർക്കും പറയാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് എപ്പോഴാണ് ഒരു മാറ്റമുണ്ടായതെന്ന് പുറം ലോകത്തിന് അറിയാൻ പറ്റാത്ത രീതിയിൽ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും. ഈ പൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. ശത്രു ഒരു ഭാഗത്ത് നിന്ന് നിന്റെ ജീവിതത്തെ നിന്ദിക്കാം, ലോകത്തിന്റെ മുമ്പാകെ വിഷയത്തെ കൊണ്ടിടാമെന്ന് പറഞ്ഞ് അതേ നിൽക്കുവാനായിട്ടിടയെ തീരുമ്പോ മറ്റൊരാൾ അറിയുവാൻ ഇടയാകാതോണം നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ എന്റെ യേശു കർത്താവ്. ആ യേശു കർത്താവിനെ നിന്റെ ഭവനത്തിനകത്ത് ക്ഷണിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതം നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ചില മാന്യതകൾ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ചില അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ വിരുന്നുവായി ചോദിച്ചൊരു കാര്യമുണ്ട്. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോൾ മണവണ്ണ വെച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായത് കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയതേ മക്കളെ, ഒരു മനുഷ്യന്റെ കയ്യ നിർമ്മിതമായി കൊടുത്ത വീഞ്ഞ്, അത് ഈ സ്തോത്ര വർഷങ്ങളും മാസങ്ങളും എടുത്ത് ഈ കുഞ്ഞിന്റെ കല്യാണത്തിന് വേണ്ടി അവർ പ്രിപ്പറേഷൻ ചെയ്തതായിരിക്കാം. പക്ഷേ അതിനേക്കാൾ മധുരമായത്, അതിനേക്കാൾ ലഹരിയായിട്ടുള്ളത്, ഓ ജീസസ് ഹല്ലേലൂയ, എന്റെ കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു മാനസികമായ കണക്കുകൂട്ടലുകൾക്കോ മാനസികമായ ചിന്തകൾക്കോ മാനസികമായ എക്സ്പീരിയൻസുകൾക്കോ കവിയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ളതാ ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തിയെ ആർക്കും അളക്കാൻ കഴിയില്ല. അതേ സ്തോത്രം. ഒരു കരം കൊണ്ട് ഉണ്ടാക്കുന്നതിന് പോലെ അല്ല അവിടെ കൊടുത്തത്. ദൈവപ്രവൃത്തി വെളിപ്പെട്ട അത് പലരും അറിയത്തക്ക രീതിയിലായിരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിച്ചു കഴിഞ്ഞ പ്രിയ ദൈവ പൈതലെ, ഡോക്ടർമാർ നിന്നോട് പറഞ്ഞ് നീ ഇന്ന മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിടുതലല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നെന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ പറഞ്ഞത്. ഡോക്ടർമാർ പറയും ഇന്ന മെഡിസിൻ നീ കഴിക്കും, ഇതിനകത്ത് സുഖം കിട്ടുമെന്ന് പറയും. പക്ഷെ ആ മെഡിസിൻ നമ്മൾ കഴിക്കും, അല്പസമയം കുറച്ച് നാൾക്കൽപ്പം കുറഞ്ഞിരിക്കും, വീണ്ടും വരാൻ ചാൻസ് കാണാം, ഇല്ലെങ്കിൽ കുറെ നാൾ എടുക്കും അത് കുറയുവാനായിട്ട്. പക്ഷേ ദൈവം നിന്റെ ജീവിതത്തിന് തൊട്ട് സൗഖ്യമാക്കിയ ആ വിടുതൽ എന്നേക്കുമുള്ളതായിരിക്കും. സ്തോത്രം. പിന്നെ നീ മെഡിസിന്റെ പിറകെ പോകേണ്ടി വരികയില്ല. ഇതാ കർത്താവിന്റെ പ്രവൃത്തിയും മാനുഷികമായ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിരുന്നുവായി ചോദിക്കുന്ന ചോദ്യമുണ്ട്,
കൊണ്ട് ആദ്യം നീ എളുപ്പമായത് കൊടുത്തോ. ഹല്ലേലൂയ. ഇത്രയും ലഹരി പിടിച്ച നീ എവിടെ വച്ചിരുന്നു? സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ നിന്റെ കഴിവ് കൊണ്ടോ, നീ ഇത്ര നാൾ സമ്പാദിച്ചു വച്ചത് കൊണ്ടോ, നീ ഇത്രയും നാൾ മുന്നോട്ട് ഒക്കെ ഒരുക്കി വച്ചത് കൊണ്ടോ ചെയ്യാൻ പറ്റാത്ത ചില ദൈവ പ്രവർത്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ദൈവത്തിന്റെ അത്ഭുതമായിട്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോകിയ. സ്തോത്രം. നമ്മൾ എത്ര കണക്ക് കൂട്ടി വെച്ചാലും, നമ്മൾ എത്ര സേവിങ് എന്ന് പറഞ്ഞു വെച്ചാലും ചെയ്യാൻ കഴിയുന്ന ഒരു പരിമിതിയുണ്ട്. ആ പരിമിതികളെ പൊട്ടിച്ചുകൊണ്ട് സ്തോത്രം, ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതി, ചിലർ കണ്ട് വിസ്മയിക്കത്തക്ക രീതി, ചിലർ കണ്ട് വിശ്വസിക്കത്തക്ക രീതി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ നിന്റെ ഭവനത്തിനകത്ത് ചില അത്ഭുത പ്രവൃത്തികൾ നടക്കാൻ പോകിയ. കയ്യിലുള്ളതൊക്കെ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടുന്നുണ്ടായിരിക്കും, ഇങ്ങനെ പോകാം. നോ, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒന്ന്. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അതേ, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞം ലഹരി പിടിച്ച ശേഷം ഇളപ്പം കൊടുക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലത് ആദ്യമുള്ളവർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ എന്റെ കർത്താവ്, ഹല്ലേലൂയ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ളത് നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അതേ, നിന്റെ ബെസ്റ്റിനെ അല്ല കർത്താവ് നോക്കുന്നത്, നീ കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? അതേ, കർത്താവിനോട് നിന്റെ വിഷയത്തെ പറയുന്നുവോ? കർത്താവ് പറയുന്നത് നീ അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നുവോ? അവരുടെ മേൽ കർത്താവ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചിലതിനെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ടിടയായിത്തീരാ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, അങ്ങനെ ഒരു ദൈവപ്രവൃത്തി. സ്തോത്രം. ഇതെങ്ങനെ നിന്നെ കൊണ്ട് സാധിച്ചു? ഇതെങ്ങനെയായിരുന്നു നിനക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞത് എന്ന് മറ്റുള്ളവർ ചോദിക്കത്തക്ക രീതിയിൽ, ഹല്ലേലൂയ, ഒരു ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകിയ. ഇവിടെ കാണുന്നു, യേശു ഇതിനെ അടയാളം കൂടി ആരംഭമായിട്ട്. ഹല്ലേലൂയ. ഇതുവരെ യേശുവിൽ നിന്ന് ഒരു അത്ഭുതം വന്നിട്ടില്ല. കർത്താവ് മറിയോടുത്ത് പറഞ്ഞു, എന്റെ നായിക ഇതൊരു വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കിത് കാണുവാൻ സാധിക്കുന്നു, അതെ, ഇത് അടയാളങ്ങളുടെ ആരംഭമായി. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ചില അടയാളം കൂടെ ആരംഭങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പൽക്കാലം ഒന്ന് വിട്ടുകൊടുക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ പരിഹരിപ്പാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ മാറ്റുവാൻ കഴിയുന്ന, അതേ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാതിരിക്കുമ്പോൾ നമ്മുടെ വിഷയത്തെ അറിയുന്ന സർവശക്തനായ ദൈവം, ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ മേഖലയിലേക്കും ഒന്ന് ക്ഷണിക്കാമോ? സ്തോത്രം. നിന്റെ വിഷയത്തെ കർത്താവിനോട് തുറന്ന് പറയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ കാലം മുതൽ ചില അടയാളം കൂടെ ആരംഭങ്ങൾ, ഹല്ലേലൂയ, ഇതുവരെയും ചെയ്തിട്ടില്ലായിരിക്കും, ഇതുവരെയും കണ്ടിട്ടില്ലായിരിക്കും ആർക്കും വേണ്ടി കർത്താവ് ചെയ്യുന്നത്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യലായിട്ട് കർത്താവ് ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. അതേ, സ്തോത്രം. നിന്ദിക്കപ്പെട്ട ഭവനമായിട്ടല്ല, അതേ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട ഭവനമായിട്ട് അറിയപ്പെടാനായിട്ടിടയായി തീർന്നുവെങ്കിൽ നിന്നിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട, നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട നിന്റെ ഭവനത്തിന്റെ അവസ്ഥകൾ മാറും. ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഇരുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു ദൈവീയ മഹത്വത്തോടു കൂടി നിന്റെ ഭവനം ദേശത്ത് അറിയപ്പെടാനായിട്ടിടയെത്തിരാം, മാനിക്കപ്പെടാനായിട്ടിടയെത്തിരാം. കർത്താവിനെ ക്ഷണിച്ച ദൈവ പൈതലേ, നിന്റെ വിഷയത്തെ മനുഷ്യരോട് പറഞ്ഞു നടക്കാതെ ദൈവസനിൽ പറഞ്ഞുകൊണ്ട് നിരന്തരമായിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, അതേ, കർത്താവ് എന്തോ പറഞ്ഞാൽ ഒരു പോസ്റ്റിനെ പോലെ അനുസരിക്കുവാൻ ഒരുക്കത്തോടെ ഇരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി കർത്താവ് ചെയ്തത് അവിടെ ഇവിടെയും ചെയ്തതുപോലെ ആയിരിക്കില്ല. ചില അത്ഭുതങ്ങളുടെ കലവറകൾ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയത്തീരാ. ചിലതിന്റെ ആരംഭങ്ങൾ കർത്താവ് കുറിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യും. അതങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കുക. സ്തോത്രം. നീ നിന്ദിക്കപ്പെടേണ്ട ഇടത്ത് നിന്നയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ വേണം ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ചലിക്കപ്പെടാനായിട്ടിടയത്തിരാം, ഒരു മാന്യത വെളിപ്പെടുവാനായിട്ടിടയത്തിരാം, നിന്റെ ഭവനത്തിനകത്ത് ഒരു ദൈവിക മഹത്വം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാം. അനേക ഇടത്ത് ദൈവത്തിന്റെ മഹത്വം പോയിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ
ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ദേശത്ത് മാനിക്കുവാനായിട്ടിടയത്തിര, ദേശത്ത് നിന്നെ ആദരിക്കുവാനായിട്ടിടയത്തിര, നിന്റെ തല ഉയർത്തി നിർത്തുവാനായിട്ടിടയത്തിര. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാം, ദൈവത്തിന്റെ ഒരു അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ആമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം കർത്താവേ, ഇവരുടെ ജീവിതത്തിനകത്തൊരു ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടട്ടെ. നിന്ദിക്കപ്പെടേണ്ട ഇടത്ത്, പരിഹസിക്കപ്പെടേണ്ട ഇടത്ത്, മറ്റുള്ളവർ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കേണ്ട വിഷയങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം ഒരു അടയാളമായിട്ട് ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. അങ്ങ് തന്റെ ജനത്തിനു വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു പലതും പദ്ധതി ഒരുക്കി വച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതിനെ നന്മയ്ക്കാക്കി തീർക്കുവാൻ ഒരു അത്ഭുതം തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം വെളിപ്പെടട്ടെ. ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ നിന്ദകൾ മാറി കർത്താവേ, ദൈവത്തിന്റെ മാന്യത വെളിപ്പെടുവാൻ സഹായിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.